നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് സത്യപ്രതിജ്ഞയുടെ ദിവസമായിരുന്നു. ഞായറാഴ്ചയാണെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം അതായത് ശനിയാഴ്ച ഡിസംബർ 20-ാം തീയതിയായിരുന്നു കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളുടെ കാലാവധി പൂർത്തിയായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം പോലും അങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആളില്ലാതെ നാഥനില്ലാതെ കിടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് മണിക്കൂറുകൾക്കകം വെച്ച് തന്നെ അടുത്ത പുതിയ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളെ ഇപ്പോൾ തെരഞ്ഞെടുക്കുകയും സത്യവാചകം ചൊല്ലി അവർ സത്യപ്രതിജ്ഞയേറ്റ് അധികാരത്തിലേൽക്കുകയും ചെയ്തത്. ഈ ഘട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴൊക്കെ തന്നെ പലയിടങ്ങളിലും പലതരത്തിലുള്ള നാടകീയ സംഭവ വികാസങ്ങളൊക്കെ തന്നെ അരങ്ങേറിയിരുന്നു. അതിൽ തിരുവനന്തപുരം കോർപ്പറേഷനാണ് എല്ലാവരും ശ്രദ്ധയോടുകൂടി കാണുന്നത്. അതിൽ വ്യത്യസ്തമായ ഒരു കാര്യം എന്ന് പറയുന്നത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മറ്റു ചിലരൊക്കെ വിളിച്ചിരുന്നു. പക്ഷെ അത് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായിരിക്കുന്നത് സംസ്കൃതത്തിൽ സത്യവാചകം ചൊല്ലുകയായിരുന്നു കരമന അജിത്ത്. കരമന അജിത്തിന് ഇവിടെ തിരുവനന്തപുരത്ത് BJPയിൽ വലിയൊരു സ്വാധീനം തന്നെയുണ്ട്. മാത്രമല്ല ജങ് കില്ലർ എന്നാണ് കരമന അജിത്തിനെ പൊതുവെ എല്ലാവരും വിളിക്കുന്നത്. അദ്ദേഹമാണ് സത്യവാചകം സംസ്കൃതത്തിൽ ചൊല്ലിയത്. അത് കയ്യടിയോട് കൂടിയാണ് എല്ലാവരും സ്വീകരിച്ചത്. പലരും അതിൽ താഴെ കമന്റുകളായി ഇടുന്നു, ഇങ്ങനെ നഗരസഭയിൽ തിരുവനന്തപുരം നഗരസഭയിൽ ഇങ്ങനെ സംസ്കൃതത്തിൽ സത്യവാചകം കേൾക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് അദ്ദേഹത്തിന് കൈയടിക്കുന്ന സാഹചര്യം ഒക്കെ തന്നെ കാണുന്നുണ്ടായിരുന്നു. എന്തായാലും കരമന അജിത്ത് സത്യപ്രതിജ്ഞ ഈ സംസ്കൃതത്തിൽ ചൊല്ലിയത് വലിയ ആവേശവും തന്നെയാണ് പകർന്നിരിക്കുന്നത്. അതേസമയം വിവിധ കോർപ്പറേഷനുകൾ, നഗരസഭകൾ, ത്രിതല പഞ്ചായത്തുകളിലാണ് ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് നടക്കാത്ത വിഴിഞ്ഞം ഡിവിഷനിലെ അംഗമൊഴിച്ച് ബാക്കി 100 പേരും സത്യപ്രതിജ്ഞ ചെയ്തു. BJPയുടെ 50 അംഗങ്ങളും LDFിലെ 29 അംഗങ്ങളും UDFിലെ 19 അംഗങ്ങളും 2 സ്വതന്ത്രമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മുതിർന്ന അംഗമായ UDF പ്രതിനിധി KR ക്ലീറ്റസ് ആണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. തുടർന്ന് ഇദ്ദേഹം മറ്റംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. UDF അംഗം KS ശബരിനാഥൻ ഭരണഘടനയുടെ പകർപ്പ് ഉയർത്തിപ്പിടിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മറ്റു ചില UDF അംഗങ്ങളും സമാന രീതിയിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു. UDF BJP അംഗങ്ങൾ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കുന്നുകുഴിയിൽ നിന്നുള്ള UDF അംഗം മേരി പുഷ്പം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ശരണം വിളിച്ചു. BJP അംഗമായ ആശാനാഥും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ശരണം വിളിച്ചു. ശാസ്തമംഗലം വാർഡിലെ BJP കൗൺസിലറായ R ശ്രീലേഖ വന്ദേ മാതരം മുഴക്കിയാണ് സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയത്. ചെല്ലമംഗലം വാർഡിലെ LDF കൗൺസിലർ അരുൺ വട്ടവിളി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രക്തസാക്ഷികൾ സിന്ദാബാദ് മുദ്രാവാക്യം മുഴക്കി. BJP കൗൺസിലറായ കരമന അജിത്ത് സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലിയത് ഏവരെയും ഞെട്ടിച്ചു. BJP ഭരണം പിടിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനായി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ദേശീയ നേതാവ് പ്രകാശ് ജാവദേക്കർ തുടങ്ങിയവരും എത്തിയിരുന്നു. പ്രകടനമായാണ് BJP അംഗങ്ങൾ കോർപ്പറേഷൻ ഓഫീസിലേക്ക് എത്തിയത്. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ തന്നെ BJP പ്രവർത്തകർ കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ ഗണഗീതം പാടിയത് തർക്കത്തിന് ഇടയാക്കി. പരമപവിത്രം എന്ന് തുടങ്ങുന്ന ഗാനമാണ് BJP പ്രവർത്തകർ പാടിയത്. അതേസമയം BJPയുടേത് വർഗീയ അജണ്ടയാണ് എന്ന് CPM ആരോപിച്ചു. പാസ് ഇല്ലാതെയാണ് BJP പ്രവർത്തകർ അകത്ത് കയറിയത് എന്നും സംവിധാനത്തെ അട്ടിമറിക്കാനാണ് BJPയുടെ ശ്രമമെന്നും CPM അംഗങ്ങൾ ആരോപിച്ചു. അതേസമയം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വന്ദേ മാതരം പറഞ്ഞാണ് മുൻ DJPയും ശാസ്തമംഗലത്ത് നിന്നുള്ള കൗൺസിലറുമായ R ശ്രീലേഖ വേദി വിട്ടത്. കൊല്ലം കോർപ്പറേഷനിൽ മുതിർന്ന അംഗം ഉദയ സുകുമാരനാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് ഇവർ മറ്റുള്ളവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കോർപ്പറേഷനിൽ നിയുക്ത മേയർ AK ഹഫീസ് ഉൾപ്പെടെ UDFിലെ 27 അംഗങ്ങളും LDFിലെ 16 അംഗങ്ങളും NDAയുടെ 12 പേരും ഒരു SDPI അംഗവും ചുമതലയേറ്റു. കോർപ്പറേഷൻ രൂപീകരിച്ച് 25 വർഷത്തിന് ശേഷമാണ് LDF അല്ലാതെ മറ്റൊരു മുന്നണി ഭരണത്തിലെത്തുന്നത് എന്നതും പ്രത്യേകതയാണ്. ജില്ലാ പഞ്ചായത്തിൽ ചടയമംഗലം ഡിവിഷനിൽ നിന്ന് വിജയിച്ച മുൻ MLA R ലതാദേവി അടക്കം 27 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. LDFിന് 17, UDFിന് 10 എന്നിങ്ങനെയാണ് കക്ഷിനില. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ആദ്യ ടേം CPIക്ക് ആയതിനാൽ R ലതാദേവി പ്രസിഡന്റ് ആയേക്കും. കൊല്ലത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ കോർപ്പറേഷനുകളിലും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും വൻ ജനപങ്കാളിത്തത്തോടുകൂടി സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായി. കോഴിക്കോട് ജില്ലയിൽ 70 ഗ്രാമപഞ്ചായത്തുകളിലെയും 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും 7 നഗരസഭകളിലെയും കോഴിക്കോട് കോർപ്പറേഷനിലെയും ജില്ലാ പഞ്ചായത്തിലെയും അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷനിൽ ചകോരത്തുകുളത്ത് നിന്ന് ജയിച്ച BJP അംഗം അയ്യപ്പന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പത്തനംതിട്ട മ്രമാടം പഞ്ചായത്ത് BJP പ്രതിനിധികളായി വിജയിച്ച V ശങ്കർ
അയ്യപ്പനാമത്തിലും ഭാര്യ അഞ്ജലി ശങ്കർ സംസ്കൃതത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കണ്ണൂരിൽ ക്രിമിനൽ കേസുകൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന BJP CPM കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തില്ല. പയ്യന്നൂർ നഗരസഭയിലെ CPM കൗൺസിലർ VK നിഷാദ്, തലശ്ശേരി നഗരസഭയിലെ BJP കൗൺസിലർ U പ്രശാന്ത് എന്നിവരാണ് സത്യപ്രതിജ്ഞയ്ക്ക് എത്താതിരുന്നത്. പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കേസിലാണ് VK നിഷാന്ത് ശിക്ഷിക്കപ്പെട്ടത്. തലശ്ശേരി കോടിയേരിയിൽ CPM പ്രവർത്തകനായ P രാജേഷിനെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് U പ്രശാന്ത് ശിക്ഷിക്കപ്പെട്ടത്. കണ്ണൂർ കോർപ്പറേഷനിലെയും ജില്ലാ പഞ്ചായത്തിലെയും അടക്കം ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നു. എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ സത്യപ്രതിജ്ഞ നടക്കുന്നതിനിടയിൽ കൗൺസിലറെ കയ്യേറ്റം ചെയ്തു. പരിക്കേറ്റ UDF 16-ാം വാർഡ് കൗൺസിലർ ജോമി മാത്യുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കൂത്താട്ടുകുളം മംഗലത്തുതാഴം സ്വദേശി ജോസഫ് കുര്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്നാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്.